ഓക്കെ, നമ്മൾ സബ്ട്രാക്ഷൻ കഴിയാറായി. ഒരു 3 ഡിജിറ്റ് നമ്പറിന്റെ സബ്ട്രാക്ഷൻ കൂടി കഴിഞ്ഞാൽ ആ ചാപ്റ്റർ അങ്ങ് കഴിഞ്ഞു കേട്ടോ. എല്ലാരും പേജ് നമ്പർ 106 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 106 എടുത്തോ? എടുത്തില്ലേ? ഓക്കെ, അതിനകത്ത് നമ്മൾ ഇത്രയും നേരം 2 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ സബ്ട്രാക്ട് ചെയ്യാൻ പഠിച്ചേ. 3 ഡിജിറ്റ് നമ്പേഴ്സ് എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാന്ന് പഠിക്കാനേ. എന്താ 3 ഡിജിറ്റ് നമ്പേഴ്സ്? 3 ഡിജിറ്റ് നമ്പേഴ്സിൽ ഏതൊക്കെ പ്ലേസ് ഉണ്ടാവും? വൺസിന്റെ പ്ലേസ് ഉണ്ട്, ടെൻസിന്റെ പ്ലേസ് ഉണ്ട്, ഹൺഡ്രഡ്സിന്റെ പ്ലേസും ഉണ്ടല്ലേ, അല്ലേ? 3 ഡിജിറ്റ് നമ്പേഴ്സിൽ വൺസ് ഉണ്ടാവും, ടെൻസ് ഉണ്ടാവും, ഹൺഡ്രഡ്സും ഉണ്ടാവും. അതായത് 100 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് എന്ത്? 3 ഡിജിറ്റ് നമ്പേഴ്സ്, 3 ഡിജിറ്റുള്ള നമ്പേഴ്സ്. അതെങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. വ്യത്യാസം ഒന്നുമില്ല. 2 ഡിജിറ്റ് നമ്പേഴ്സ് മൈനസ് സബ്ട്രാക്ട് ചെയ്യുന്ന പോലെ തന്നെ 2 ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ ആദ്യം വൺസിന്റെ പ്ലേസിലുള്ള സബ്ട്രാക്ട് ചെയ്യും, പിന്നെ ടെൻസിന്റെ പ്ലേസിലുള്ളത് സബ്ട്രാക്ട് ചെയ്യും, അല്ലേ? ഇവിടെ നമുക്ക് എക്സ്ട്രാ ഹൺഡ്രഡ്സിന്റെ പ്ലേസും കൂടി ഉണ്ട്. എക്സ്ട്രാ ഹൺഡ്രഡ്സിന്റെ പ്ലേസും കൂടി ഉണ്ട്, അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഹൺഡ്രഡ്സിന്റെ പ്ലേസും കൂടി സബ്ട്രാക്ട് ചെയ്യണം. ആ പേജ് നമ്പർ 106 അതിലെ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. കണ്ടോ? പേജ് നമ്പർ 106 ഏറ്റവും മേലെ ഒരു എക്സാമ്പിൾ. എക്സാമ്പിൾ, subtract 854 from 975. എല്ലാവരും ടെക്സ്റ്റ് തന്നെ നോക്കണേ മിസ് പറയുമ്പോ. subtract 854 from 975. That means 975 നിന്ന് 854 മൈനസ് ചെയ്യണം. ഓക്കെ, എങ്ങനെ മൈനസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സാധാരണ എഴുതുന്ന പോലെ സബ്ട്രാക്ട് ചെയ്യാൻ എഴുതുന്നത് പോലെ രണ്ട് നമ്പേഴ്സും എഴുതി. സ്റ്റെപ്പ് 1, സബ്ട്രാക്ട് ദി വൺസ്. ആദ്യം എന്ത് ചെയ്യണം? വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് സബ്ട്രാക്ട് ചെയ്യുക. വൺസിന്റെ പ്ലേസിൽ ഏതൊക്കെയാ? 975 5ഉം 854 4ഉം. നിങ്ങൾ ടെക്സ്റ്റ് തന്നെ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവേ. ടെക്സ്റ്റ് തന്നെ നോക്കണേ. ഓക്കെ, അപ്പൊ 5ൽ നിന്ന് 4 മൈനസ് ചെയ്തു, 1 കിട്ടി വൺസിന്റെ പ്ലേസിൽ, അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പ് 2, സബ്ട്രാക്ട് ദ ടെൻസ്. ഇനി എന്ത് ചെയ്യണം? തൊട്ടടുത്ത പ്ലേസ് ടെൻസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് മൈനസ് ചെയ്യണം. ഇവിടെ ഏതാ ടെൻസിന്റെ പ്ലേസിൽ ഏതൊക്കെയാ വരുന്നത്? 7ഉം 5ഉം. 7ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ വി ഗെറ്റ് 2. അപ്പൊ ടെൻസിന്റെ പ്ലേസിൽ 2 കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 3, subtract the hundreds. ഹൺഡ്രഡ്സിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് മൈനസ് ചെയ്യാം. ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ ഏതൊക്കെയാ വരുന്നത്? 9ഉം 8ഉം. 9ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ വി ഗെറ്റ് 9ൽ നിന്ന് 8 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 1 കിട്ടും. അപ്പൊ വൺസിന്റെ പ്ലേസ് ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 1 എഴുതി. അപ്പൊ ടോട്ടൽ ഡിഫറൻസ് എത്രയാ? 121. Thus the difference of 975 and 854 is 121. മനസ്സിലായോ? മനസ്സിലായോ? ബുദ്ധിമുട്ടൊന്നും വിചാരിക്കാനില്ല. 2 ഡിജിറ്റ് നമ്പേഴ്സ് മൈനസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് 3 ഡിജിറ്റ് നമ്പേഴ്സ് മൈനസ് ചെയ്യുന്നത്. ഒരു വ്യത്യാസവും പ്ലേസ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ഇതേപോലെ തന്നെ 4 ഡിജിറ്റ് നമ്പറും 5 ഡിജിറ്റ് നമ്പറും 6 ഡിജിറ്റ് നമ്പറും എത്ര വലിയ നമ്പേഴ്സ് ആണെങ്കിലും ഇതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സബ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് തൊട്ട് താഴെ എക്സസൈസ് 3.9 കണ്ടോ? അത് നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? ചെയ്യാം, മിസ് ചെയ്തു തരാം. ഒന്നിച്ച് മിസ്സിന്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്തോ. ഓക്കെ, മിസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ചെയ്തോ കേട്ടോ.
ടെക്സ്റ്റ് തന്നെ ചെയ്താൽ മതി, നോട്ടിലൊന്നും എഴുതണ്ട. ടെക്സ്റ്റിൽ അത് എഴുതാനുള്ള ആൻസർ എഴുതാനുള്ള സ്പേസ് ഉണ്ട്. All of you listen here. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് വൺ അവിടെ ചെയ്ത് തന്നിട്ടുണ്ടല്ലേ, നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ട്. 937 minus 626. ഫസ്റ്റ് വൺസിന്റെ പ്ലേസിലുള്ള 6ൽ നിന്ന് 7 മൈനസ് ചെയ്തു, 1 എഴുതി. പിന്നെ ടെൻസിന്റെ പ്ലേസിലുള്ളത് 3ൽ നിന്ന് 2 മൈനസ് ചെയ്തു, 1 എഴുതി. പിന്നെ ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ 9ൽ നിന്ന് 6 മൈനസ് ചെയ്തു, 3 എഴുതി. അപ്പൊ ഡിഫറൻസ് എത്ര കിട്ടി? 311 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചെയ്ത് നോക്കാം. റെഡി അല്ലേ? യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. $374 minus 262. 374 minus 262. ആദ്യം വൺസിന്റെ പ്ലേസിലുള്ള ഡിജിറ്റ്സ് മൈനസ് ചെയ്യാം. 4ൽ നിന്ന് 2 മൈനസ് ചെയ്താല് 2 എന്ന് കിട്ടും. നെക്സ്റ്റ് ടെൻസിന്റെ പ്ലേസിലുള്ളത് മൈനസ് ചെയ്യാം. 7ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ വി ഗെറ്റ് 7 മൈനസ് 6 1. നെക്സ്റ്റ് ഹൺഡ്രഡ്സിന്റെ പ്ലേസിലുള്ളത് മൈനസ് ചെയ്താല് 3ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ 1 കിട്ടും. സോ ദ ഡിഫറൻസ് ഈസ് 112. സെക്കൻഡ് വണ്ണിന്റെ ആൻസർ 112. എല്ലാരും എഴുതിയില്ലേ ടെക്സ്റ്റില്? 112 എഴുതിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ. 685. 685 minus 440. 440. 5ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ വി ഗെറ്റ് 5ൽ നിന്ന് 0 മൈനസ് ചെയ്താൽ എത്ര കിട്ടുക? 5 തന്നെ. ഏതൊരു നമ്പറിൽ നിന്നും 0 മൈനസ് ചെയ്താൽ അതേ നമ്പർ തന്നെയായിരിക്കും കിട്ടുന്നത്. So 5 minus 0 is 5. Next 8 minus 4. 8ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ എത്ര കിട്ടുക? 8ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ we get 4. Then 6ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 6 minus 4 we get 2. So third one in the answer 245. ഓക്കെ, അപ്പോ അടുത്ത 3 എണ്ണം 4ഉം 5ഉം 6ഉം ഒന്ന് ആൻസർ കണ്ടുപിടിച്ച എല്ലാരും. 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെയും ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. ഇത് തന്നെയാണോ ആൻസർ കിട്ടിയേ? ഫോർത്ത് വൺ 365, ഫിഫ്ത്ത് വൺ 123. സോറി, ഇവിടെ ഒന്ന് മാറിയിട്ടുണ്ടേ. 123. Third one 247. ഇതന്നെയാണോ? ശരിയാണോ എല്ലാവർക്കും? നോക്കട്ടെ ആർക്കൊക്കെ ശരിയുണ്ടെന്ന്. എല്ലാവർക്കും ശരിയായല്ലേ? വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ അടുത്ത 6 എണ്ണവും നിങ്ങൾ ചെയ്തു. 7ഉം 8ഉം 9ഉം 10ഉം 11ഉം 12ഉം പെട്ടെന്ന് ചെയ്ത് തീർത്ത് നമുക്ക് ഇന്ന് പുതിയ ചാപ്റ്റർ തുടങ്ങാം. ചെയ്തു എല്ലാരും കഴിഞ്ഞില്ലേ? ആൻസർ നോക്കിക്കോ. 7th വണ്ണിന്റെ ആൻസർ 413.
8th one 138, 9th one 82, 10th one 231, 11th one 243, 12th one 20. ശരിയാണോ? ശരിയാണോ? ഓക്കെ, ചെക്ക് ചെയ്തില്ല എല്ലാരും? എല്ലാം ശരിയാവരെന്ന് കൈബന്ധിച്ചേ. അലൻ, അമന്ന, അഫ്ലർ, മാളവിക, ആന്തരസ, ഇഫ്ര, അനഗ, ടെസ്സ, ക്രിസ്റ്റി, മുഹമ്മദ്, അനീറ്റ, ക്രിസ്റ്റി, ഷിഫാന, ഹന്ന, സയാൻ, അജിത്, ഷിഹാസ്, എറിക്, ഹൈഫ, അനിഹ. ഓ, എല്ലാരെയും വിളിക്കണല്ലോ ഇപ്പോ. എല്ലാവർക്കും ശരിയായിട്ടുണ്ടല്ലേ? നല്ല കുട്ടികളാണേ. അപ്പൊ നമ്മുടെ ആ ചാപ്റ്റർ അങ്ങ് കഴിഞ്ഞു കേട്ടോ. സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്കൊരു എക്സാം പറഞ്ഞിട്ടുണ്ടല്ലേ? ഇല്ലേ? അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സാം വെച്ചാലോ? റെഡിയാണോ? അടുത്ത ക്ലാസ് ചൊവ്വാഴ്ചയല്ലേ? ചൊവ്വാഴ്ച നിങ്ങൾക്ക് എന്നാൽ എക്സാം വെക്കാം. ഓക്കെ, എങ്ങനെയാ എക്സാം വെക്കാന്നറിയോ? എങ്ങനെയാ വെക്കാന്നറിയോ? ഇതേപോലെ ക്ലാസ് ടൈമില് നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരും. നിങ്ങൾ അന്നേരം തന്നെ നോട്ടും ടെക്സ്റ്റും ഒക്കെ മാറ്റി വെച്ചിട്ട് എക്സാമിന് ആൻസർ ചെയ്യാം. എന്നിട്ട് ക്ലാസ് ടൈം തീർന്ന് ക്ലാസ് എൻഡ് ചെയ്ത് കഴിഞ്ഞ പാടെ മിസ്സിന് അത് അയച്ചു തരാം. മനസ്സിലായോ? മനസ്സിലായോ? നിങ്ങളുടെ ക്ലാസ് ടൈമില് ഞാൻ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്ത് തരും. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നോട്ടിലോ പേപ്പറിലോ എങ്ങനെയാന്ന് വെച്ചാൽ എക്സാമിന്റെ ആൻസർ എഴുതുക. നോട്ടും ബുക്കും ഒക്കെ മാറ്റി വെക്കണം എക്സാമിന് മുന്നേ. എന്നിട്ട് എക്സാമിന് ആൻസർ ചെയ്യാം. ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ മിസ്സിന് അത് അയച്ചു തരാം. 40 മിനിറ്റ് കൂടി, ഓക്കെ 35 മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് ടൈം കിട്ടും എക്സാമിന്. ഓക്കെ, റെഡി അല്ലേ? അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഇത്ര വരെ പഠിപ്പിച്ചത് എല്ലാവരും പഠിക്കാം കേട്ടോ. ഏതൊക്കെ ചാപ്റ്റേഴ്സാ വേണ്ടേ? ഏതൊക്കെ ചാപ്റ്റേഴ്സാ വേണ്ടേ? സബ്ട്രാക്ഷൻ ഉണ്ടാവും, അഡീഷൻ ഉണ്ടാവും, പോരെ? 2 എണ്ണം പോരെ? സബ്ട്രാക്ഷനും അഡീഷനും. ഓക്കെ, 2 ചാപ്റ്റേഴ്സിന്റെ എക്സാം. അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്റർ തുടങ്ങിയാലോ? നെക്സ്റ്റ് പേജ് എടുത്തേ. തുടങ്ങണ്ടേ? വേണ്ടേ? ഓക്കെ, 4th ചാപ്റ്റർ ഷെയ്ഡ്സ്. എന്താ ഷേപ്പ് എന്ന് പറഞ്ഞാല്? അറിയോ എന്താ ഷേപ്പ് എന്ന്? ഷിഫാന, ജുവൽ മരി എന്തോ പറയുന്നുണ്ട്. എന്താ ജുവൽ? കൊറേ തരം ഷേപ്പുകളുണ്ട്. എന്താ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആരാ പറഞ്ഞിരുന്ന മിസ്സിന് ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ? ആകൃതി. ആകൃതി. എന്താ ക്രിസ്റ്റി? ക്രിസ്റ്റിക്ക് തന്നെയാണോ പറയാനുള്ളത്? എന്താ ഷേപ്പ് എന്ന് വെച്ചാല്? എന്താ പറ ക്രിസ്റ്റി, പറ. ആ, സർക്കിൾ, സ്ക്വയർ, റെക്ടാങ്കിൾ,
ട്രയാങ്കിൾ. ട്രയാങ്കിൾ. ഇത്രയും ഷേപ്പ് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഓക്കെ. അപ്പൊ ഷേപ്പ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഷേപ്പ് എന്ന് വെച്ചാൽ ആകൃതി. ജുവൽ പറഞ്ഞ പോലെ ഷേപ്പ് മീൻസ് ആകൃതി. ഇപ്പോ നിങ്ങളുടെ ചുറ്റുമുള്ള കുറേ സാധനങ്ങളുണ്ട് അല്ലേ? We can see so many things around us. നമ്മുടെ ചുറ്റും ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു സാധനം കണ്ടാൽ അതിന്റെ ഷേപ്പ് കണ്ടാല് അതെന്താന്ന് മനസ്സിലാവും. മനസ്സിലാവല്ലോ? ഇപ്പൊ ഞാൻ പറയുന്നു ചെയർ. ചെയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് അതിന്റെ ഷേപ്പ് വന്നു. എല്ലാ ചെയറിനും ഒരേ ഷേപ്പ് അല്ലേ? 4 കാലുണ്ട്, ഇരിക്കാനുള്ള ഒരു സ്ഥലം, ചാരി ഇരിക്കാനുള്ള ഒരു സ്ഥലം അല്ലേ? ഇനിയിപ്പോ നിങ്ങളോട് ഞാൻ പറയുന്നു എന്താ, ഒരു കാറ്. കാർ എന്ന് പറയുമ്പോ കാറിന്റെ ഷേപ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നല്ലോ, വന്നില്ലേ? 4 വീലുണ്ട്, മുന്നിൽ ബോണറ്റ് ഉണ്ട്, മുമ്പിൽ ഗ്ലാസ് ഉണ്ട്, 4 ഡോർ ഉണ്ട്, ഇരിക്കാനുള്ള സീറ്റ് ഉണ്ട്. അപ്പൊ കാറിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട് ഉണ്ടല്ലോ. അങ്ങനെ ഓരോ സാധനത്തിനും ഓരോ ഷേപ്പ് ഉണ്ട് ഇല്ലേ? അപ്പൊ ഷേപ്പ് എന്ന് വെച്ചാൽ എന്താ? ആകൃതി. ഇപ്പൊ നമ്മുടെ മാത്സില് കുറെ ഷേപ്പ് പഠിക്കാനുണ്ട്. കുറെ ഷേപ്പ് പഠിക്കാനുണ്ട്. ഏതൊക്കെയാ നമുക്ക് പഠിക്കാനുള്ള? 4 ഷേപ്പ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ റെക്ടാങ്കിൾ, സെക്കൻഡ് വൺ സ്ക്വയർ, തേർഡ് വൺ ട്രയാങ്കിൾ, ഫോർത്ത് വൺ സർക്കിൾ. കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? കേട്ടിട്ടുണ്ടോ? യെസ്, 1ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? 4 ഷേപ്പും പഠിച്ചിട്ടുണ്ടാവില്ലേ? ഓക്കെ. അപ്പൊ ഈ റെക്ടാങ്കിൾ എന്ന് വെച്ചാൽ എന്താ? റെക്ടാങ്കിൾ ആരാ പറഞ്ഞിരുന്ന റെക്ടാങ്കിൾ എന്താന്ന്? നിങ്ങൾ പഠിച്ചതല്ലേ? മിസ്സിന് പറഞ്ഞതാ എന്താ റെക്ടാങ്കിൾ എന്ന് വെച്ചാൽ? പഠിച്ചത് എന്താന്ന് പറഞ്ഞതാ? അമന്ന, എന്താ റെക്ടാങ്കിൾ? ചതുരം. ചതുരം. ചതുരത്തിന്റെ ഷേപ്പ് എങ്ങനെയാ? റെക്ടാങ്കിൾ എങ്ങനെയാ നമ്മൾ വരയ്ക്കുന്നേ? യെസ്, വെരി ഗുഡ്. അമന്നെ കാണിച്ചു തന്നത് കണ്ടോ റെക്ടാങ്കിൾ എന്താന്ന്? നിങ്ങളുടെ ബോക്സ്, കയ്യിലുള്ള പെൻസിൽ ബോക്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് ബുക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ, ഇതൊക്കെ റെക്ടാങ്കിൾ ഷേപ്പാ. അപ്പൊ റെക്ടാങ്കിൾ എന്ന് വെച്ചാൽ എന്താ? കാണിച്ചു തരാം. റെക്ടാങ്കിൾ എന്ന് വെച്ചാല് റെക്ടാങ്കിൾ എന്ന് വെച്ചാല് ഇതാ ഇതുപോലെ ഉണ്ടാവും റെക്ടാങ്കിൾ. അതായത് 4 ലൈൻസ് കൂടി ചേർത്തിട്ടാണ് നമ്മൾ റെക്ടാങ്കിൾ വരയ്ക്കുന്നത്. എത്ര ലൈൻസ് കൂടി ചേർത്തിട്ട്? 1 2 3 4 ലൈൻസ് കൂട്ടിയിട്ടാണ് നമ്മൾ റെക്ടാങ്കിൾ വരയ്ക്കുന്നത് അല്ലേ? അപ്പൊ ഈ ഒരു റെക്ടാങ്കിളിന് എത്ര സൈഡ് ഉണ്ടാവും? എത്ര സൈഡ് ഉണ്ടാവും? 4 സൈഡ്സ് ഉണ്ടാവും. ഒരു റെക്ടാങ്കിളിന് 4 സൈഡ്സ് ഉണ്ട്. 1 2 3 4. ഇനി നമ്മൾ ഈ 4 സൈഡ്സ് നമ്മളിതാ മിസ് പറഞ്ഞുതരാം. ഇതാ ഇതുപോലെയാണോ വരയ്ക്കുക? 1 2 3 4. ഇങ്ങനെ വരച്ചാൽ റെക്ടാങ്കിൾ ആവോ? എന്താ ഈ ലാസ്റ്റ് കാണിച്ചിരിക്കുന്നത്? എന്താ ഇതുപോലെ വരച്ചാൽ റെക്ടാങ്കിൾ ആവോ? ഇത് റെക്ടാങ്കിൾ ആണോ? നോ. റെക്ടാങ്കിൾ ആവണമെങ്കിൽ എന്ത് വേണം? ഈ 4 സൈഡും തമ്മിൽ ജോയിൻ ചെയ്യണം. ഇതാ ഇവിടെ ഒന്ന് ജോയിൻ, 1ഉം 2ഉം ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലൈനും തേർഡ് ലൈനും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. തേർഡ് ലൈനും ഫോർത്ത് ലൈനും ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാന്ന് വെച്ചാല് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ലൈനും ഫോർത്ത് ലൈനും ഇതാ ഇവിടെയും ജോയിൻ ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് 4 ജോയിൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. 4 ലൈൻസ് കൂട്ടിച്ചേർക്കുമ്പോൾ 4 ജോയിൻസ് കിട്ടുന്നുണ്ട്. ഈ ജോയിൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജോയിൻസിനെ കോർണർ.
ജോയിന്റ്സിന് എന്ത് പറയും? കോർണർ എന്ന് പറയും. എന്ത് പറയുന്നു? കോർണർ. അപ്പൊ ഒരു റെക്ടാംഗിളിന് എത്ര കോർണേഴ്സ് ഉണ്ട്? 4 സൈഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ്സ് ഉണ്ട്. എത്ര കോർണേഴ്സ് ഉണ്ട്? 4 കോർണേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ റെക്ടാംഗിളിന് 4 സൈഡ്സ് ഉണ്ട്, 4 കോർണേഴ്സും ഉണ്ട്. ഇനി സൈഡ്സ് നിങ്ങളൊക്കെ ഒന്ന് നോക്കിയേ. സൈഡ്സിന്റെ പ്രത്യേകത ഒന്ന് നോക്കിയേ. എന്താ? ഈ ഒന്നാമത്തെ സൈഡും ഈ ഒന്നാമത്തെ സൈഡും മൂന്നാമത്തെ സൈഡും ഒരേ ലെങ്ത് അല്ലേ? നോക്കുമ്പോ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. 1ഉം 3ഉം ഒരേപോലെയാണ്, ഒരേ ലെങ്ത് ആണ്. അതേപോലെ 2ഉം 4ഉം സെക്കൻഡ് സൈഡും ഫോർത്ത് സൈഡും ഒരേ ലെങ്ത് ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ 1ഉം 3ഉം എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ആണ്. 1ന്റെ ഓപ്പോസിറ്റ് ആണ് തേർഡ് സൈഡ് വരുന്നത്. അത് സെയിം ലെങ്ത് ആണ്. ഇനി രണ്ടാമത്തെ സൈഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നാലാമത്തെ സൈഡ്. അത് രണ്ടും സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഈക്വൽ എന്ന് വെച്ചാല് സെയിം ലെങ്ത്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ റെക്ടാംഗിളിന്റെ 3 പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ഒരു റെക്ടാംഗിളിന് 4 സൈഡ്സ് ഉണ്ട്, 4 കോർണേഴ്സ് ഉണ്ട്, പിന്നെന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അത് നിങ്ങളുടെ ടെക്സ്റ്റില് ഒരു കോളത്തിൽ ആദ്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിസ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്നിടത്ത് കൊടുത്തിട്ടുണ്ട്. റെക്ടാംഗിളിന്റെ പിക്ചർ ഉണ്ട്, എത്ര സൈഡ്സ് ഉണ്ട്, എത്ര കോർണേഴ്സ് ഉണ്ട്, ആ കോർണേഴ്സിന്റെ പ്രത്യേകതയും കൊടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് 3 ഷേപ്പും കൂടി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, ദാറ്റ് മീൻസ് എക്സാം കഴിഞ്ഞിട്ട് വരുന്ന ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈമും തീരാറായി. ഇന്ന് ഹോംവർക്ക് ഒന്നും തരുന്നില്ല. എന്തുകൊണ്ടാ? എക്സാമിന് എല്ലാവരും, എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങണം. അങ്ങനെ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. നല്ല കുട്ടികളല്ലേ? നല്ലോണം പഠിക്കൂലേ? പിന്നെ ഒരു കാര്യം, മാത്സ് എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾ ഒരിക്കലും വായിച്ചു പഠിക്കല്ലേ. 1 + 2 = 3 നിങ്ങൾ ബുക്ക് ഇങ്ങനെ നോക്കി വായിച്ച് പഠിക്കരുത്. മാത്സ് പഠിക്കുമ്പോൾ എപ്പോഴും എഴുതിയിട്ട് തന്നെ പഠിക്കണം. നിങ്ങൾ ടെക്സ്റ്റിലുള്ള പ്രോബ്ലം ഒക്കെ നിങ്ങൾ റഫ് പേപ്പറിലോ റഫ് ബുക്കിലോ ചെയ്ത് പഠിക്കണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് ചെയ്യാൻ സ്പീഡ് കിട്ടുള്ളൂ. ഓക്കെ, വായിച്ച് പഠിക്കല്ലേ ആരും? എല്ലാരും എഴുതി തന്നെ പഠിക്കണേ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ ചൊവ്വാഴ്ചത്തേക്ക് നിങ്ങൾ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഫുൾ മാർക്ക് വാങ്ങണം എല്ലാരും. വാങ്ങുമല്ലോ? യെസ്, ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.